ഇവിടുത്തെ പല റിയാക്ഷൻ ആൾക്കാർ ഇപ്പോഴാണ് വന്നത്. അതിന് മുന്നേ ഞാൻ റിയാക്ഷൻ വീഡിയോകളൊക്കെ ചെയ്യുമായിരുന്നു. എന്ന് പറഞ്ഞ് നമ്മളിത് ഏൺ ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുവരെ വീഡിയോസ് ചെയ്തിട്ടില്ല. യൂട്യൂബിലാണെങ്കിലും ഏൺ ചെയ്യാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. കിട്ടുന്ന പൈസ മേടിച്ചെടുക്കുക എന്നുള്ളതല്ലാതെ ഇങ്ങോട്ട് വന്നത് മാത്രം സ്വീകരിച്ചിട്ടേ ഉള്ളൂ. പൈസയ്ക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അത് പക്ഷേ പല ആൾക്കാർ ഇപ്പൊ ഞാനൊരു അഭിപ്രായം പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെ അഭിപ്രായമായിരിക്കും. എന്തിന് 2 അഭിപ്രായം കാണുമല്ലോ, 2, 3, 4 അഭിപ്രായം ഉണ്ട്. ഇപ്പം അത്ര കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്, അതിനും കൂടുതൽ കാണും. അപ്പൊ ഈ പല ആൾക്കാരെ ഈഗോ ഹട്ട് ചെയ്യുന്ന രീതിയിലുള്ള അഭിപ്രായം പറഞ്ഞതായിരിക്കാം എന്നിൽ അങ്ങനെ വന്നേക്കുന്ന ഒരു റീസൺ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാൻ അത് ഒരു പോയിന്റിൽ നിർത്തി. ഇപ്പം അർജു എന്ന് പറഞ്ഞ ആള് വന്ന സമയത്ത് അർജു അതിനകത്ത് കുറെ ഇത് പറഞ്ഞു. അപ്പോൾ അതിന് സാമൂഹികപരമായിട്ട് കുറെ ഒരു പയ്യന്റെ കാര്യം അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ അന്നത് നമുക്ക് ബോഡി ഷേമിംഗ് ആയിട്ട് പല കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നി. ഇപ്പൊ നമ്മൾ തിരിച്ചു പറഞ്ഞപ്പോൾ ആൾക്കാരതെടുത്ത് അത് ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ ബിഗ് ബോസിന്റെ ഹേറ്റേഴ്സ് നമുക്കുണ്ട്, രജിത് ആർമിയുടെ ഹേറ്റേഴ്സ്, അങ്ങനെ കുറെ ഹേറ്റേഴ്സ് നമുക്കുണ്ട്. അപ്പൊ ഇവരെല്ലാം നമ്മൾ അതൊരു ക്യാമ്പയിനായിട്ട് ഏറ്റെടുക്കുന്നു, നെഗറ്റീവ് കമന്റ് ഇടുന്നു. പക്ഷെ അതിനകത്തും എനിക്ക് ഒരു ലോഡ് സപ്പോർട്ടേഴ്സും ഉണ്ട്. കാര്യം അവൻ പറഞ്ഞത് മനസ്സിലാക്കുന്ന കുറച്ച് ആൾക്കാരും ഉണ്ട്, എന്നാൽ നമ്മളെ എതിർത്ത് സംസാരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനൊക്കെ കുറെ കാര്യങ്ങളിനകത്ത് ഞാൻ ഇടപെടുമായിരുന്നു. അതൊക്കെ ഞാനങ്ങ് നിർത്തി. നമ്മൾ പറഞ്ഞുകൊണ്ട് ഒന്നും മാറാൻ പോകുന്നില്ല, ഇതിന്ന് വരുമാനവും കിട്ടുന്നില്ല, ആ പടം കിട്ടുന്ന കുറെ ഏറ്റവും ഞാൻ പിന്നെ അതങ്ങ് നിർത്തി. പിന്നെ ഇപ്പൊ എന്റെ ഒരു ഒറ്റ ചിന്തയുള്ളൂ, ഈ കോമൺ ആയിട്ടുള്ള ആൾക്കാർക്ക് സോഷ്യൽ മീഡിയയിലൂടെ അവർക്ക് എന്നോടൊരു ഈഗോ തോന്നാൻ വേണ്ടിയുള്ള സാധനങ്ങൾ ഞാനിപ്പോൾ ഒഴിവാക്കി തുടങ്ങി. നമ്മളെ അച്ചീവ്മെന്റുകൾ അതിനകത്ത് ഷെയർ ചെയ്യുക. ഇപ്പൊ നേരത്തേക്ക് നമ്മൾ പുതിയ ഫോൺ എടുക്കുമ്പോൾ എല്ലാവരും സ്റ്റാറ്റസ് ഒക്കെ ഇടും. ഇപ്പം ഞാൻ ഫോൺ എടുത്താൽ ഇപ്പം ഞാൻ സ്റ്റാറ്റസ് ഇടാറില്ല, ഞാൻ വണ്ടി എടുത്ത് എൻ്റെ വണ്ടിയുടെ വീഡിയോസ് ഇടാറില്ല, ഒന്നും ഇടാറില്ല. കാര്യം ആൾക്കാർക്ക് ഒരു പോയിന്റ് പോലും ഈഗോ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുന്നതാണ്. അതിനകത്ത് ഞാനത് ആ മനുഷ്യർക്ക് ഉണ്ടാവുന്ന ഒരു ചെയ്തോ വികാരമായിട്ടെടുത്ത് അല്ല എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുന്ന ഒരു കാര്യമായിട്ട് അതിനെ നോർമലൈസ് ചെയ്ത് അതിനി ഉണ്ടാവാതിരിക്കട്ടെ, ഉണ്ടാക്കാൻ വേണ്ടി ഇടവരുത്തുന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ സൈഡായി ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ പോവാം.